നമസ്കാരം. വേനൽക്കാലമായതോടെ കുടിവെള്ള പ്രശ്നങ്ങളും കൂടി വരികയാണ്. കുടിക്കാൻ പോലും ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കാതെ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന IT നഗരമാണ് ബാംഗ്ലൂർ. ഒട്ടേറെ പേർ ജോലി ചെയ്യുന്നതിനും പഠനത്തിനുമൊക്കെയായി ഈ നഗരത്തെ ആശ്രയിക്കുന്നുണ്ട്. ഇത്രയേറെ ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ബാംഗ്ലൂർ വേനലിന്റെ തുടക്കത്തിൽ തന്നെ കടുത്ത ജലക്ഷാമത്തിന്റെ പിടിയിലാണ്. മാസത്തിൽ 5 ദിവസം മാത്രം കുളിക്കുക, ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമില്ലാത്തതിനാൽ പുറത്തുനിന്ന് വാങ്ങുക, ഭക്ഷ്യാവശ്യങ്ങൾക്കൊഴികെ മറ്റെല്ലാത്തിനും ശുദ്ധീകരിച്ച മലിനജലം ഉപയോഗിക്കുക എന്നിങ്ങനെ ജീവിതത്തിൽ പുതിയ പൊരുത്തപ്പെടലുകളിലാണ് ബാംഗ്ലൂർ നിവാസികൾ ഇപ്പോൾ. ഇത്തരമൊരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല, അല്ലെ? എന്നാൽ അവിടെയുള്ളവർ ജീവിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നഗരത്തിന്റെ പ്രധാന മേഖലകളിൽ എല്ലായിടത്തും കോർപ്പറേഷന്റെ പൈപ്പ് വെള്ളവും ടാങ്കറിലെത്തുന്ന വെള്ളവുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജലക്ഷാമം രൂക്ഷമായതോടെ ടാങ്കർ വെള്ളത്തിന്റെ ലഭ്യതയും ഗണ്യമായി കുറഞ്ഞു. ഇത് വീണ്ടും കാര്യങ്ങൾ പരുങ്ങലിലാക്കി. ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ അധികൃതരും പല നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. കാറ് കഴുകാനോ ചെടി നനയ്ക്കാനോ ടാങ്കർ ജലമോ പൈപ്പ് വെള്ളമോ ഉപയോഗിക്കരുതെന്നും ആരെങ്കിലും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴയൊടുക്കേണ്ടി വരുമെന്നും അധികൃതർ പറയുന്നു. സ്വിമ്മിംഗ് പൂളുകളിലും മറ്റ് വിനോദ മേഖലകളിലും ശുദ്ധജലം ഉപയോഗിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ശുദ്ധീകരിച്ച മലിനജലം ഇവിടങ്ങളിൽ ഉപയോഗിക്കാമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. IT കമ്പനികളിൽ പലതും ജോലിക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. എന്നാൽ ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജോലിക്കാരിൽ പലർക്കും ഓഫീസിൽ എത്തിയാൽ മതി എന്ന മട്ടാണ്. ഈ കഠിനമായ അവസ്ഥയിൽ ജനങ്ങൾ വലയുമ്പോഴാണ് ടാങ്കർ ലോറിക്കാർ ജലവിതരണത്തിനുള്ള തുക കുത്തനെ ഉയർത്തിയത്. ഇതിന് ബദലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് കോർപ്പറേഷൻ അധികൃതരോട് ആവശ്യമുന്നയിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ആളുകളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിൽ നഗരത്തിന്റെ പുറമോടി കൂട്ടാനുള്ള വഴികൾ അന്വേഷിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നല്ലാതെ ഭൂഗർഭജലം നിരപ്പ് വർദ്ധിപ്പിക്കാനോ ഈ പ്രതിസന്ധി പരിഹരിക്കാനോ മാറിവരുന്ന ഒരു ഭരണകൂടവും തയ്യാറാകുന്നില്ല എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ജലക്ഷാമം വളരെ മോശമായി ബാധിക്കുന്ന മറ്റു പല മേഖലകളുമുണ്ട്. അതിലൊന്നാണ് ആരോഗ്യ മേഖല. 3 ദിവസത്തേക്ക് ഏതാണ്ട് 24,000 ലിറ്റർ വെള്ളമാണ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വരുന്നത്. എന്നാൽ ഇതിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട്. ജലത്തിന്റെ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആശുപത്രികളും. ശുദ്ധജലക്ഷാമം ജലജന്യ രോഗങ്ങൾക്ക് വഴിവെക്കുമെന്നും ആരോഗ്യ മേഖലയിലുള്ളവർ ആശങ്കപ്പെടുന്നുണ്ട്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരെക്കാൾ സ്വന്തം വീടുകളിൽ താമസിക്കുന്നവർ ബുദ്ധിമുട്ടുകയാണ്. കോർപ്പറേഷൻ വെള്ളം ഭക്ഷണത്തിനും കുടിക്കാനും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് ഇവരെ തളർത്തിയിരിക്കുകയാണ്. ജലവിതരണത്തെ വിശ്വസിച്ച് കുഴൽക്കിണറോ മറ്റ് സംവിധാനങ്ങളോ ഇതുവരെ നിർമ്മിക്കാത്തവരാണ് ഇതിൽ ഭൂരിഭാഗം പേരും. 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും രൂക്ഷമായ ജലക്ഷാമമാണ് ഇപ്പോൾ ബാംഗ്ലൂർ നഗരം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് 25-ന് ഇവിടെ തുടങ്ങാനിരിക്കുന്ന IPL മത്സരങ്ങൾ മാറ്റിവെക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും ഇനി മാറ്റിവെക്കലോ വേദി മാറ്റാനോ അനുവദിക്കാനാകില്ലെന്നാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ നിലപാട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത വ്യതിയാനമാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലും ജനങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ മുൻകരുതലുകളോ മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളോ നടത്തേണ്ടത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ കൊണ്ട് മാത്രമേ ഇനി ഈ നഗരത്തെ രക്ഷിക്കാൻ സാധിക്കൂ. അതിന് അധികാരികൾ മുന്നോട്ട് വന്നേ തീരൂ. വാർത്തയുടെ നിറം തേടി തനി നിറം.